ഇതാണ് സാക്ഷാൽ ഡിക്കമ്മായി. അവൻ എഴുതിയിരുന്നത് പോലെ തന്നെ. നിങ്ങൾ ആരാ? അനിൽകുമാർ. എന്ന് വെച്ചാ നമ്മുടെ ശ്യാമണന്റെ ക്ലോസ് ഫ്രണ്ടാ. അങ്ങ് ബോംബെന്ന് വരിക. ഞാനിന്ന് വരുന്നു അവനെ അറിയിപ്പിച്ചിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവൻ എയർപോർട്ടിൽ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ ആ കൂടെ ചളവാക്കിയനെ. അല്ല, സ്നേഹം കൊണ്ടാണേ. അല്ല, അതെണ്ണം പറഞ്ഞ ശരിയാ. ഞാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ അവൻ എനിക്ക് എഴുതി, നീ വന്നാൽ എന്നോടൊപ്പം താമസിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയുന്നൊക്കെ. സ്നേഹത്തിന്റെ ഒരു ഡെപ്തേ. നിങ്ങൾക്ക് താമസിക്കാൻ ഏത് മുറിയാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏത് മുറിയാന്നാ പറഞ്ഞത്? അല്ല, ഒന്നും പറഞ്ഞില്ലല്ലേ? അല്ല, അതിനെ നിങ്ങളമ്മ കണ്ടില്ലല്ലോ. അതാ ഞങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അമ്മച്ചി ഏത് മുറി എന്നാലും മതി, അവൻ ഏത് മുറിയാണെങ്കിലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ കല്യാണം കഴിച്ചാണോ? ഇല്ല, നോക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്തവൻ വന്നിരിക്കുന്നു. എന്താ എന്താ? ഏയ്, ഒന്നുമില്ല. ഇത് ശ്യാമിന്റെ ഓഫീസ് ബെഡ്റൂം. ഇത് അദ്ദേഹത്തിന്റെ ഡേ ബെഡ്റൂം. ഇത് നൈറ്റ് ബെഡ്റൂം. അതാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബെഡ്റൂം. ആകെ ഒരു ലോഡ്ജ് മാതിരി ഉണ്ടല്ലോ, നേരത്തെ പിടിച്ച ബെഡ്റൂം. അതിന്റെ ആവശ്യം കുറച്ചുകൂടെ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടിരിക്കാം. അവൻ വരുമ്പോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. അവന്റെ പേഴ്സണൽ ബെഡ്റൂം തന്നെ ഉപയോഗിച്ചാൽ. നീ വയ്ക്കൂ. കയ്യും വീശിയോ? പോക്കറ്റിൽ കുറച്ച് രൂപ ആയിരിക്കും, മുഴുവൻ എടുത്തു. 2 രൂപയോ? എന്താ പോരെ? പഴയ ഏച്ചിത്തരം എപ്പോഴും വിട്ടു മാറിയിട്ടില്ല അല്ലേ? ഇതും കൂടെ നിങ്ങൾ വെച്ചോ. നീ പോരെ. പോണ വഴിക്കേ ഞാൻ ശ്യാമണനെ കണ്ട കാശ് വാങ്ങിച്ചോളാം. നിങ്ങൾ ഇവിടെ കൊണ്ടാക്കി വരും പറഞ്ഞോളാം. നീ വാടേ. ഉപകാരം ചെയ്തില്ലേ ഉപദ്രവം ചെയ്യാതെ. നീ നിന്റെ പണി നോക്കണേ. പോരെ. അല്ല, എനിക്കിത് വേണം.